സ്നേഹമാർന്ന വിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് സന്യാസ ജീവിതം സധൈര്യം ഏറ്റെടുത്ത് സ്വർഗീയ മണവാളനായി സമർപ്പണം ചെയ്തവർ, ദിവ്യനാഥന് തങ്ങളെ തന്നെ സുരഭില കാഴ്ചയായി സമർപ്പിച്ച് നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് ഈ വിശുദ്ധ അൾത്താരയ്ക്ക് മുൻപിലേക്ക് കടന്നു വരുന്ന ഈ പ്രിയപ്പെട്ട സഹോദരിമാരെ ദിവ്യനാഥന് മുൻപിൽ നന്നായി 1953 മെയ് 19 പൂജാതയായി. ചെറുപ്പം മുതലുള്ള തന്റെ സിസ്റ്റർ ആവണമെന്നുള്ള ആഗ്രഹം 15/5/1975 തന്റെ വ്രതവാഗ്ദാനത്തിലൂടെ ദിവ്യ മണവാളനെ സമർപ്പിച്ചുകൊണ്ട് പൂർത്തീകരിച്ചു. നല്ലൊരു മിഷണറിയായും സോഷ്യൽ വർക്കറായും പാവപ്പെട്ടവരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും ഇടയിൽ പ്രവർത്തിച്ചു. ഏത് സ്ഥലത്തും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സിസ്റ്റർ ദീപ്തി. ഹൃദയ ലാളിത്യവും അധികാരികളോടുള്ള വിധേയത്വവും സേവന സന്നദ്ധതയും എന്തിനേയും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള കഴിവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ പാട്ടോയൽ മഠത്തിലെ അംഗമായും മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയായും സിസ്റ്റർ തന്റെ ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു. ഇന്ന് തന്റെ കനക ജൂബിലി നിറവിലായിരിക്കുമ്പോൾ കടന്നുപോയ വഴികളിൽ നല്ല നാദം ചൊരിഞ്ഞ നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നിറമനസ്സോടെ സിസ്റ്റർ ദീപ്തി. രജത ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ ഷാനറ്റ് ജോസ്. തലശ്ശേരി അതിരൂപതയിൽ ഭീമനടി ഇടവകയിൽ ശൗര്യാങ്കണത്തിൽ ജോസഫ് ക്യാതറിൻ ദമ്പതികളുടെ 6 മക്കളിൽ 3ാമത്തെ മകളായി 1973 മെയ് 19 ജനനം. മാതാപിതാക്കളുടെ നല്ല വളർത്തലും വിശ്വാസ ജീവിതവും മാതൃകയും സന്യാസ ജീവിതത്തോട് ചെറുപ്പം മുതൽ തന്നെ ആകർഷണം തോന്നുന്നതിന് പ്രചോദനമായി. 2000 മെയ് 5 ആദ്യവ്രത വാഗ്ദാനത്തിലൂടെ തന്റെ ഉള്ളവും ദൈവഹിതത്തിന് അടിയറ വെച്ച് ആത്മസമർപ്പണം നടത്തിയ സിസ്റ്റർ വ്യത്യസ്തമായ മേഖലകളിലൂടെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ശുശ്രൂഷയിലൂടെ അനേക കുഞ്ഞുങ്ങളെ സമഗ്ര വ്യക്തിത്വത്തിന്റെ ഉടമകളാക്കി മാറ്റുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. തന്റെ പ്രാർത്ഥനയിലൂടെയും കൗൺസിലിംഗിലൂടെയും അനേകരുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് ഉയർത്തിയ സിസ്റ്റർ ഇപ്പോൾ എന്നാപുരം മഠത്തിന്റെ സുപ്പീരിയറായും ധ്യാന കേന്ദ്രത്തിലെ സഹായിയായും ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു. പിന്നിട്ട നാടുകളിൽ നാദം ചൊരിഞ്ഞ നിരവധിയായ നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും ദൈവാനുഗ്രഹത്തിന്റെ നാൾവഴികളെ അനുസ്മരിച്ചുകൊണ്ടും സിസ്റ്റർ ഷാനറ്റ് ജോസ്. സിസ്റ്റർ അലൻ മേരി. തലശ്ശേരി അതിരൂപതയിൽ പൈസക്കരി ഇടവകയിൽ പെരുമ്പാൾ വർക്കി മേരി ദമ്പതികളുടെ 5 മക്കളിൽ 5ാമത്തെ മകളായി 1979 മെയ് 24 സിസ്റ്റർ അലൻ മേരി ജനിച്ചു. മാതാപിതാക്കളുടെ വിശ്വാസാധിഷ്ഠിത ജീവിതവും ചെറുപ്പം മുതൽ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ഭക്തിയുമെല്ലാം തന്റെ ജീവിതം ദൈവസ്നേഹത്തിന് പ്രതിഷ്ഠിക്കുവാൻ പ്രേരണയായി. കർത്താവിന് വേണ്ടി പൂർണ്ണ സമർപ്പണം ചെയ്യണമെന്നുള്ള കൂടുതൽ ആഗ്രഹം ലഭിച്ചത് തന്റെ സ്വന്തം ചേച്ചി സിസ്റ്റർ മാർഗരറ്റ് മേരിയുടെ ആദ്യവ്രത വാഗ്ദാനം കണ്ടപ്പോഴാണ്. ഒരു മിഷണറിയായി തീരുക എന്ന അദമ്യമായ ആഗ്രഹം നിറവേറ്റുവാൻ മേരി മക്കൾ സമൂഹത്തിൽ ചേരുകയും 2000 മെയ് 9 തന്റെ ദിവ്യ മണവാളനെ സമർപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സിസ്റ്റർ തുടർച്ചയായി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നുകൊണ്ട് നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ചു. ഇപ്പോൾ കുന്തൂർ മഠത്തിലായിരുന്നുകൊണ്ട് മാറിവാനിയ സ്കൂളിലെ പ്രിൻസിപ്പൽ ആയി ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു. അനേകായിരം കുഞ്ഞുമക്കളിലേക്ക് ദൈവകരുണ ഒഴുക്കുവാൻ ഉപകരണമായി മാറിയ സിസ്റ്റർ നല്ലൊരു മിഷണറിയും മനുഷ്യസ്നേഹിയും ദൈവസ്നേഹത്തിന്റെ പ്രവാചകയുമാണ്. ഇന്ന് തന്റെ രജത ജൂബിലി വേളയിൽ ദൈവ തൃക്കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ച സിസ്റ്റർ അലൻ മേരി. സിസ്റ്റർ സ്റ്റെഫി തോമസ്.
ബെൽത്തങ്ങാട് രൂപതയിൽ നെട്ടണ ഇടവകയിൽ തോമസ് മേരി ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമത്തെ മകളായി 1979 സെപ്റ്റംബർ 18 ജനിച്ചു. മാതാപിതാക്കളുടെ നല്ല വളർത്തലും ഒപ്പം തന്റെ ആന്റി സിസ്റ്റർ എലിസബത്തിന്റെ ജീവിത മാതൃകയും സിസ്റ്ററിന്റെ വീടിനടുത്തുള്ള കടവ കൊടിയമ്പാട മഠത്തിലെ DM സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങളും പരിലാളനയും പ്രചോദനവും സന്യാസ ജീവിതത്തോട് ആഭിമുഖ്യം വളർത്തുവാൻ സഹായിച്ചു. നിസ്വാർത്ഥമായ ശുശ്രൂഷയിലൂടെ ഈശോയെ സ്നേഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മേരി മക്കൾ സമൂഹത്തിൽ ചേരുകയും 2000 മെയ് 9 വ്രതം സ്വീകരിച്ച് മേരി മക്കൾ സമൂഹത്തിലെ അംഗമാവുകയും ചെയ്തു. തീക്ഷ്ണതയേറിയ ഒരു മിഷണറിയായും നല്ലൊരു അധ്യാപികയായും മേരി മാതാ പ്രോവിൻസിന് കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ പ്രധാന അധ്യാപികയായും ശുശ്രൂഷ ചെയ്ത് കുരുന്ന ഹൃദയങ്ങളിൽ അക്ഷര വെളിച്ചം പകർന്നുകൊണ്ട് തന്റെ ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ ജാലഹള്ളി മഠത്തിലെ അംഗമായിരുന്നുകൊണ്ട് സെന്റ് ക്ലാരിറ്റി സ്കൂളിൽ വൈസ് പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്നു. തന്നെ വിളിച്ച നാഥന്റെ പക്കൽ വിശ്വസ്തയോടെ 25 വർഷം പിന്നിടുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സിസ്റ്റർ സ്റ്റെഫി തോമസ്. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാം നിനക്ക് മാമോദീസ നൽകി യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ ശംസിഹായുടെ വിശുദ്ധായ വന്മേലിയോ ലോകത്തിന് ജീവനും ദിശയും അറിയിച്ച വിശുദ്ധായ യോഹന്നാൻ ശ്ലീഹായ സുവിശേഷത്തിൽ നിന്ന് വലയത്തിൽ വന്ന ശരീരമെടുത്ത് വരും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ ശംസിഹായുടെ ഇഹലോക ജീവിതകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. ഞാൻ സാക്ഷാൽ മന്ത്രിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരുത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനനിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പ്രകടിപ്പിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇതിൽ വസിക്കാത്തവൻ മുറിച്ചാൽ ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പ്രകടിപ്പിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. വന്യ വൈദികരെ, മദർ പ്രൊവിൻഷ്യൽ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മിഷണറിമാരെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മളുടെ അനുഗ്രഹീതരായ 5 സിസ്റ്റേഴ്സ് അവരുടെ സന്യാസ ജീവിതത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നതായ സന്ദർഭമാണത്. ബഹുമാനപ്പെട്ട സിസ്റ്റർ ദീപ്തിയും സുവർണ ജൂബിലിയും, ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷാർലറ്റ് ജോസും അലൻ മേരിയും സ്റ്റെഫി തോമസും അവരുടെ സന്യാസ സമർപ്പണത്തിൻ്റെ
രജത ജൂബിലി ആഘോഷിക്കുന്നതായ അവസരമാണിത്. അവർക്ക് 4 പേർക്കും എല്ലാവരുടെയും പേരിൽ ജൂബിലിയുടെ എല്ലാ ദൈവ അനുഗ്രഹങ്ങളും ആശംസകളും സമർത്ഥമായി നേരുകയാണ്. ജൂബിലി ആഘോഷിക്കുവാനായി പറഞ്ഞത് യഹോവയായ ദൈവമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് ധാരാളം അനുഗ്രഹങ്ങളും നന്മകളും ലഭിക്കുകയും ഓരോ ശാബത വർഷം കഴിയുമ്പോഴും പ്രതീക്ഷിതമായ ദൈവ സംരക്ഷണം ഇവരനുഭവിക്കുകയും ചെയ്ത വലിയ സന്ദർഭങ്ങളെ ഓർത്തിട്ടാണ് ജൂബിലി ആഘോഷിക്കുവാനായി യഹോവയായ ദൈവം അവരോട് കൽപ്പിച്ചത്. ജൂബിലി നമുക്ക് അറിയാവുന്നതുപോലെ 7 ശാബത വർഷം കഴിഞ്ഞ് വരുന്നതായ 50-ാമത്തെ വർഷമാണ് ജൂബിലി എന്ന് പറയുന്നത്. ജൂബിലി എല്ലാവരെയും അറിയിക്കുകയും എല്ലാവരെയും ക്ഷണിക്കുകയും ജൂബിലിയുടെ അരൂപയിലേക്ക് കടന്നു പോവുകയും ചെയ്യേണ്ടത് എങ്ങനെയാകുന്നുവെന്ന് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി ജൂബിലി ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള അവസരമാണ്. കൃതജ്ഞത അറിയിക്കുവാനായിട്ടുള്ള അവസരമാണ്. സന്യാസ ജീവിതത്തിലേക്ക് 80ഉം 25ഉം വർഷം പൂർത്തിയാക്കി ദൈവത്തിന് ഇപ്പോൾ ഈ 4 സന്യാസിനിമാര് സ്തോത്രബലി, കൃതജ്ഞതാബലി ഇവിടെ നൽകുകയാണ്. സന്യാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സമ്മാനമാണ്. അത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ദൈവത്തോട് കൂടിയായിരുന്ന പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷൻ, സ്വയം വിശുദ്ധീകരണത്തിൻ്റെ ഒരു വലിയ സ്വർഗീയ വിളിയാണ്. സന്യാസം എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള സമർപ്പണം കൂടിയാണ്. പാശ്ചാത്യ പൗരസ്ത്യ ചിന്തകളിൽ സന്യാസത്തിന് 2 പ്രത്യേകമായിട്ടുള്ള ദർശനങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പൗരസ്ത്യ സന്യാസം എന്ന് പറയുന്നത് അതൊരു ഇൻവേർഡ് ലുക്കിംഗ് ലൈഫാണ്. അതായത് നമ്മിലേക്ക് തന്നെ നോക്കി നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ വലിയ സാക്ഷ്യം കൊടുക്കുന്ന ഒരു സന്യാസമാണ് പൗരസ്ത്യ സന്യാസം എന്ന് പറയുന്നത്. പാശ്ചാത്യ സന്യാസം എന്ന് പറയുന്നത് അത് കൂടുതലും ഔട്ട്വേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള സന്യാസമാണ്. എന്ന് പറഞ്ഞാൽ സന്യാസിയായിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ ശുശ്രൂഷകളും ദൈവ കരുണയും നന്മയും എത്തിച്ചു കൊടുക്കുന്നതായ സന്യാസമാണ്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലെ സന്യാസം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി സമൃദ്ധമായി സമ്മേളിച്ചിരിക്കുന്ന ഒരു സന്യാസ സമർപ്പണമാണ്. പിതാവ് ശിഷ്യന്മാരെ വിളിക്കുന്ന അവസരത്തിൽ ആ വിളിയുടെ അർത്ഥം, അല്ലെങ്കിൽ ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നതായ അവസരത്തിൽ അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ യാത്രയിലും സ്ലീഹന്മാരെ വിളിച്ചപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞത് തന്നോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. സന്യാസത്തിൻ്റെയും എല്ലാ ദൈവ വിളികളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം ദൈവത്തോട് കൂടി ആയിരിക്കുക എന്നതാണ്. ദൈവത്തോട് കൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ ബന്ധത്തിൽ ജീവിക്കുക എന്നാണ്. അപ്പോൾ ഈ സന്യാസത്തിൻ്റെ 25-50 വർഷത്തെ ജൂബിലി എന്ന് പറയുന്നത് ദൈവത്തോടുകൂടി ആയിരുന്നതിൻ്റെ, ദൈവത്തോടുകൂടി യാത്ര ചെയ്തതിൻ്റെ, ദൈവം സംരക്ഷിച്ചതിൻ്റെ, കരുതിയതിൻ്റെ, നന്മകൾ കൊണ്ട് നിറച്ചതിൻ്റെ ഒരു സ്തോത്ര ബലിയാണ് നമ്മളിവിടെ അർപ്പിക്കുന്നത്. ആ ദൈവ മനുഷ്യ ബന്ധത്തിനാണ്
നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് അത് ജീവിക്കുന്നതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. മേരി മക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ പ്രത്യേകമായ കരിശ്രം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 50-25 വർഷം ദൈവത്തോടുകൂടി ജീവിച്ചതിൻ്റെ ജൂബിലിയാണ് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത് എന്നതാണ്. ദൈവത്തോടുകൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം പ്രാർത്ഥനയിലായിരിക്കുക എന്നുള്ളതാണ്. സന്യാസവും പൗരോഹിത്യവും സമർപ്പണ ജീവിതമെല്ലാം ആത്യന്തികമായി പ്രാർത്ഥനയിൽ ആയിരിക്കാനായിട്ടുള്ള വഴിയാണ്. പ്രാർത്ഥനയിലായിരിക്കുന്നതിൻ്റെ അർത്ഥമാണ് മുന്തിരിച്ചെടിയും ശാഖയും പോലെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവം നമുക്ക് തരുന്നതായ നിർദ്ദേശങ്ങൾ, പ്രാർത്ഥനകൾ ലഭിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ കൃപ മനസ്സിലാക്കി ജീവിക്കുകയും. ഈ കഴിഞ്ഞ 50-25 വർഷം സിസ്റ്റേഴ്സ് എത്രയോ കുർബാനകൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ 50 വർഷം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും കുർബാന കണ്ടാലും 20,000 കുർബാന കണ്ടിട്ടുണ്ട്. 25 വർഷക്കാർ 10,000 കുർബാനകൾ എല്ലാ ദിവസവും പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ള. അതുപോലെ തന്നെ അനേകം പാപമോചന സങ്കീർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. 1000 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ആദ്യ കുർബാനയ്ക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്, മാമോദീസായ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത്. എത്രയോ രോഗികളുടെ ഭവനങ്ങളിലാണ് കടന്നു ചെന്നവരെ ആശ്വസിപ്പിച്ചിട്ടുള്ളത്. ആലക്കര ഭവന സന്ദർശനത്തോടുകൂടി വിശ്വാസത്തിൻ്റെ സന്തോഷവും മഹത്വവും നമ്മൾ സാക്ഷിച്ചിട്ടുള്ളത്. നമ്മുടെ ജൂബിലി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വലിയ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, കാണുവാൻ സാധ്യമില്ലാത്ത വീടുകളിലും ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ ദൈവം കാണിച്ചു തന്നിടത്തെല്ലാം പോയി ഈ ശുശ്രൂഷ ചെയ്തതിൻ്റെ ജൂബിലിയാണ് സുവർണ ജൂബിലിയും രജത ജൂബിലിയും എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത അനേകം ശുശ്രൂഷ രംഗങ്ങളുണ്ട്. 1000 കുഞ്ഞുങ്ങളാണ് ക്ലാസ്സുകളിൽ വന്ന് പഠിച്ച് ജീവിതത്തിൻ്റെ വലിയ ഉന്നതിയിലേക്ക് കടന്നു ചെന്നത്. വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകരായിട്ടും പ്രിൻസിപ്പലായിട്ടും വൈസ് പ്രിൻസിപ്പലായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നവർ. ഒരു അധ്യാപകനെ സംബന്ധിച്ച് പറയുന്നത് ജീവിതകാലം മുഴുവൻ അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്യുന്ന വരെ ചെയ്താൽ ഏതാണ്ട് ഒരു 25,000 കുഞ്ഞുങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തു എന്നുള്ളത്. അങ്ങനെ 25,000-ൽ പരം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്തപ്പോൾ അതിൽ 150 പേരെങ്കിലും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണെന്നാണ് പറയുന്നത്. വളരെ ചെറിയ ശുശ്രൂഷയല്ല. അനേകായിരം ആൾക്കാർ. ഞാൻ അധ്യാപകനായിരുന്നു, നിങ്ങൾക്കറിയാം, പലരും കാണുമ്പോൾ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നത്. അതാണ് ഏറ്റവും വലിയ ശമ്പളവും പെൻഷനും എന്നുള്ളത്. അവിടെ നമ്മൾ ചെയ്യുന്നതായ ശുശ്രൂഷ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ നമ്മെ ഓർത്ത് പ്രാർത്ഥിച്ച ഒരു നല്ല സിസ്റ്ററായിട്ട് എൻ്റെ ക്ലാസ്സിൽ വന്ന് സിസ്റ്ററാണ് എന്ന് നമുക്കറിയാവുന്ന പോലെ നിങ്ങളെ പറ്റി പറയുന്നതായിട്ടുള്ള കാര്യം. ആലതുവരിയിൽ നിങ്ങൾ വേദനിക്കുന്നവരുടെ ഭവനത്തിൽ കടന്നു നിന്നപ്പോൾ ഞാൻ രോഗിയായിരുന്നവരും പ്രയാസപ്പെട്ടവരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് അനുഗ്രഹിച്ച ഒരു സിസ്റ്ററാണ് നടന്നു പോകുന്നത് എന്ന് പറയുന്നതാണ് ജീവനിയുടെ അനുഭവം എന്ന് പറയുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ അതുപോലെ തന്നെ ദൈവിക ശുശ്രൂഷകളുടെ അനുഭവത്തിലൂടെ എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എല്ലാവർക്കും പകർന്ന് കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ അനുസരിക്കുന്നത്. ദൈവത്തോടു കൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സന്യാസ ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളും പിന്നീട് ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോൾ 25-50 വർഷം കഴിഞ്ഞപ്പോഴും കർത്താവിനെ നമ്മൾ അറിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് അറിയുന്നവരാണ്. ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അറിവും ഇപ്പോഴുള്ള അറിവും വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ അതിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അത് വീണ്ടെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനിടയിൽ അങ്ങനെയുള്ള ആദ്യ സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വരികിൽ അത് വീണ്ടെടുക്കാനായിട്ടുള്ള അവസരമാണ് ജൂബിലി എന്ന് പറയുന്നത്. റെക്കൺസിലിയേഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനോട് നമ്മുടെ സമർപ്പണം കൂടുതൽ ആഴത്തിൽ സമർപ്പിക്കാനായിട്ടുള്ള അവസരം. അല്ലെങ്കിൽ അത് കൂടുതൽ വളർന്നു എന്ന് വരികയിൽ നന്ദി പറയുവാനായിട്ടുള്ള അവസരമാണ്.
ഈ സന്യാസ ജീവിതത്തിലൂടെ യേശുക്രിസ്തുവിന്റെ ജീവിത ശൈലി എല്ലാവർക്കും സാക്ഷിച്ചതായ ഒരനുഭവമാണ് ജൂബിലി എന്ന് പറയുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇക്കാലത്ത് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത്. മറ്റുള്ളവരെല്ലാം നമുക്കറിയാം ഡ്രസ്സ് പല രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പരിതാപകരമായ രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നത്. പക്ഷെ നമുക്കങ്ങനെ വകുപ്പില്ല എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ശൈലിയാണ്. യേശുക്രിസ്തു വാഴ്ച നല്ല വസ്ത്രമാണ്. ഇപ്പൊ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് നമ്മൾ റോഡിലൂടെ നടന്നാലും വീട്ടിൽ കയറി ചെന്നാലും എവിടെ പോയാലും അവർ പറയും യേശുക്രിസ്തുവിന്റെ പ്രതിനിധികളായ സന്യാസിനിമാർ നടന്നു പോകുന്നു. ഫ്രാൻസിസ് അസീസിയും ശിഷ്യന്മാരെ നടന്നു പോയപ്പോൾ ആൾക്കാർ പറഞ്ഞ കാര്യം ഇതാണ്: ഫ്രാൻസിസ് അസീസിയും 12 ശിഷ്യന്മാർ, യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരും നടന്നു പോകുന്നതല്ല. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന വെറുതെ എല്ലാവരും നടന്നു പോകുന്നവരെന്ന നടന്നു പോകുന്നത്. യേശുക്രിസ്തുവിന്റെ ശൈലിയിൽ ജീവിക്കുന്നതായ വ്യക്തികൾ അല്ലെങ്കിൽ സന്യാസിനിമാരെ നടന്നു പോകുന്നുവെന്ന് ജനം തിരിച്ചറിയും. ഒരിക്കലായി ഫ്രാൻസിസ് അസീസ് തന്റെ ശിഷ്യന്മാരോട് പരിശീലന കാലത്ത് പറഞ്ഞു, ഉടുപ്പൊക്കെ ഇട്ട് ജവമാലയൊക്കെ തൂക്കി ചന്തേക്കൂടൊക്കെ നടന്നിട്ട് വരാം. ഇവിടെ ശിഷ്യന്മാരെ വെച്ച് പറയുന്നത് ഞങ്ങൾ ചന്തേക്കൂടെ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേ ഫ്രാൻസിസ് പറഞ്ഞു, നിങ്ങളീ ഉടുപ്പ്, ഈ കാപ്പിപ്പൊടി ഉടുപ്പും ഈ ജവമാലയൊക്കെ ഇട്ട് ഈ ചന്തേക്കൂടെ ഇടന്നാൽ അവിടെ സാധനം വാങ്ങിക്കാൻ വന്ന ആൾക്കാരുടെ മനസ്സിലെ ദൈവത്തെ പറ്റി ഓർമ്മയുണ്ടാകുന്നു. സന്യാസിനിമാർ സാധനം പഠിക്കാൻ പോകുന്നത് നമുക്കറിയാവുന്ന പോലെ സാധനം കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് ദൈവത്തെ പറ്റി ഓർമ്മയുണ്ടാകുവാൻ വേണ്ടി കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ഒരു ശൈലി നമ്മുടെ വസ്ത്രത്തിലും നടപ്പിലും നമ്മുടെ വ്യാപാരങ്ങളിലും പഠനങ്ങളിലും നമ്മുടെ സേവന രംഗങ്ങളിലും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാം ജൂബിലി ആഘോഷിക്കുന്നത് ഈ ഒരു നല്ല അനുഭവത്തിന്റെ ഒരു വലിയ ജൂബിലിയാണ്. കർത്താവിനോട് കൂടി ആയിരുന്ന നമുക്കറിയാവുന്ന പോലെ എന്നോട് ചേർന്നിരിക്കും ധാരാളം ഫലങ്ങളെ പുറപ്പെടുത്തുമെന്ന് യേശു പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ പെരുമാറ്റ ശൈലിയിലൂടെ നമുക്കറിയാം വേദനിക്കുന്നവർക്കും ദുഃഖിക്കുന്നവർക്കും ആശ്വാസം നൽകിയ യേശു, രോഗികളെ സൗഖ്യമാക്കിയ യേശു, മരിച്ചവർക്ക് ജീവൻ കൊടുത്ത യേശു, വേദനിക്കുന്നവർക്കും ചെങ്കക്കാർക്കും പാപികൾക്കും നമുക്കറിയാം സ്വർഗത്തിന്റെ അനുഗ്രഹം കൊടുത്ത യേശു, എല്ലാവരെയും സ്നേഹിച്ച യേശു. ആ യേശു പിതാവായ ദൈവത്തോട് പൂർണ്ണമായ വിശ്വസ്തനായിരുന്നു എന്നതാണ്. കുരിശിലെ മരണത്തിന്റെ നിമിഷം വരെയും വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. സന്യാസം എന്ന് പറയുന്നത് വിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും സ്നേഹമാണ്. വിശ്വസ്തത എന്താന്നുള്ളത് ഹീബ്രു ഭാഷയിലെ ഏമോൻ എന്നാണ് പറയുന്നത്. ഇളക്കം തട്ടാത്തവൻ, മാറ്റമില്ലാത്തവൻ. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും താൻ കൊടുത്തിരിക്കുന്ന സമർപ്പണത്തിന് മാറ്റമില്ലാത്തവൻ. നമ്മളുടെ സഭയിലെ ധന്യനായ മാറിവാനസ്ലിമേൻ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയും, ഞാൻ സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഹൃദയം യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. നമ്മളുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഹൃദയമാണ് സന്യാസത്തിനകത്ത് എന്ന് പറയും. വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല എന്നതാണ്. അപ്പോൾ ഈ സന്യാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ജീവിതത്തിലൂടെ നമ്മളെ കടന്നു വരുമ്പോൾ നല്ല ദൈവ ബന്ധത്തിന്റെ, നല്ല പ്രാർത്ഥന ജീവിതത്തിന്റെ, നല്ല യേശു ശൈലിയുടെ, യേശുവിന്റെ മനസ്സറിഞ്ഞ് യേശുവിന്റെ പെരുമാറ്റ ശൈലികൾ പങ്കുവെച്ചതിന്റെ 50ഉം 25ഉം ജൂബിലിയാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ സിസ്റ്റേഴ്സിനെല്ലാം നമുക്ക് പല രംഗങ്ങൾ വലിച്ചറിയുവാനും അവരുടെ ശുശ്രൂഷകളെ മനസ്സിലാക്കുവാനും ഇടയായിട്ടുണ്ട്. 50 വർഷക്കാലം സന്യാസ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാം, പ്രധാനപ്പെട്ട സിസ്റ്റർ ദീപ്തി DM നമ്മുടെ മാർത്താണ്ഡം ജോലിയിലൊക്കെ നമ്മുടെ മിഷനിലൊക്കെ വർക്ക് ചെയ്ത് പ്രവർത്തിച്ച് ഇപ്പോൾ നമ്മുടെ പട്ടവയിലെ ബത്തേരിയിൽ വന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഒരു വലിയ സമർപ്പണത്തിന്റെ ഒരു ശുശ്രൂഷയാണ് ഇവരെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അതുപോലെ ഷാലിറ്റ് ജോസും അലന്മേരിയും സ്റ്റെഫിയെല്ലാം വിദ്യാഭ്യാസ രംഗത്തും എല്ലാവരും മിഷൻ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്, പ്രതികളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. അവിടെ ഈ ശുശ്രൂഷകളെല്ലാം ഇത്രമാത്രം അനുഗ്രഹീതമായി സന്തോഷത്തോടുകൂടി പൂർത്തിയാക്കുവാൻ ഇടയാക്കിയ ദൈവത്തിനുള്ള നന്ദിയാണ് ഈ ജൂബിലി കുർബാന എന്ന് പറയും. യഥാർത്ഥത്തിൽ നിങ്ങൾ സന്തോഷത്തോടുകൂടി ദൈവത്തിന് കൃതജ്ഞത പറയേണ്ടതിനാണ്.
പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്യാസത്തെ പറ്റി പറയുന്നത് ദൈവത്തിന്റെ സന്തോഷം കൊണ്ട് ലോകത്തെ ഉണർത്തുന്നവരാണെന്നാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ലോകം ഉണരണം. ഇവരുടെ എത്ര സന്തോഷിച്ച് ആഹ്ലാദിച്ചാണ് മിഷനി വരുന്നത്, ക്ലാസ് മുറികളിൽ വരുന്നത്, മനുഷ്യരെ സഹായിക്കുന്നത്, മഠത്തില് ജീവിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്ന പോലെ ലോകത്തിന് കഴിഞ്ഞ 50-25 വർഷക്കാലം കൊടുത്ത മനോഹരമായിട്ടുള്ള അനുഗ്രഹത്തിന്റെ കൃതജ്ഞത ബലിയാണ് ഇവിടെ അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ അധ്യാപകര്, സുപ്പീരിയേഴ്സ്, നിങ്ങളെ പരിശീലിപ്പിക്കുന്ന അനേകം ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ തൊട്ടുണർത്തിയ ചെറിയ ചെറിയ നിമിഷങ്ങളുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ജീവിതം മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിലെ കുറവുകളും പോരായ്മകളുമുള്ള ആ ജീവിതമാണ്. എല്ലാവരെയും പൂർണ്ണമായി വിശുദ്ധരായിട്ടല്ല വിളിച്ചിരിക്കുന്നത്, സാധാരണ മനുഷ്യരായിട്ടാണ്, ബലഹീനരായിട്ടുള്ള മനുഷ്യരായിട്ടാണ്, കുറവുകളും പോരായ്മയുള്ള മനുഷ്യരായിട്ട്. ആ കുറവുകളോടും പോരായ്മകളോടും കൂടിയാണ് ദൈവം നമ്മളെ സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും വിളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കുറവുകളും പോരായ്മകളും പരിഹരിച്ച് ദൈവത്തിന് സ്വീകാര്യരായ ഒരു വലിയ രമ്യതയുടെ ജീവിതം. 25 വർഷം എന്ന് പറയുന്നത് അധിക സമയമൊന്നുമായിട്ടില്ല. ഞങ്ങൾക്ക് ഇനിയും ഇവിടെ സുവർണ ജൂബിലി ആഘോഷിച്ച സിസ്റ്റർ പ്ലാറ്റിനം ജൂബിലിയും സെന്റിനറിയും ഒക്കെ ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് 25 ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ടുള്ള ഒരു ഒരു പുനഃസമർപ്പണം, അല്ലെങ്കിൽ ഡെഡിക്കേഷൻ, റീഡെഡിക്കേഷന്റെ സമയമാണ് ഈ ജൂബിലി എന്ന് പറയുന്നത്. ആരെങ്കിലും പുതിയൊരു റെസൊല്യൂഷന്റെ തീരുമാനത്തിന്റെ അവസരമാണ് ഈ ജൂബിലി എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിന് കൃതജ്ഞത പറഞ്ഞ് നമ്മെ സഹായിച്ചവരെ ഉപദ്രവിച്ചവരെയും എല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മുടെ കുറവുകളെ പരിഹരിച്ച് ഇനിയുമുള്ള അനേകം വർഷങ്ങൾ സന്തോഷത്തോടെ ആ ദൈവകൃപയോടെ ജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയ സമർപ്പണവും പുതിയ തീരുമാനവുമാണ്. കർത്താവ് വചനത്തിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും കഥകൾ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയോ പണിതുയർത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും കർത്താവിൻ്റെ ഈ വാക്യം നമ്മൾ കടന്നു പോകരുത്. ദൈവത്തെ കൂടാതെ ഒരു പുരോഹിതനും സന്യാസിക്കും ദൈവവിശ്വാസിക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വരുന്ന കാല ജീവിതം നല്ല ആരോഗ്യത്തോടുകൂടി ആദ്യത്തെ സമർപ്പണത്തെക്കാൾ കൂടുതൽ സജീവമായ ആ സമർപ്പണത്തോടുകൂടി നിങ്ങൾ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഏൽക്കപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും സന്തോഷത്തോടെയും പ്രത്യാശയോടെയും കൂടി വരും കാര്യങ്ങൾ നടത്തുവാനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ല ആരോഗ്യവും അതോടൊപ്പം തന്നെ നല്ല സൗഖ്യദായകമായ സന്യാസ ശുശ്രൂഷകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ സ്വാധീനം ചെലുത്തിയ എല്ലാവരെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. വളരെ പ്രത്യേകമായി DM കോൺഗ്രിഗേഷനിലെ അനേകായിരം സന്യാസിനിമാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ സന്യാസ സമൂഹത്തിന് ആരംഭം കുറിച്ച് ഇവിടെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ അനേക സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ, രോഗികളായിട്ടുള്ളവരെ, പ്രസക്തി അനുഭവിക്കുന്നവരെ, അവരെല്ലാവരെയും ഈ ജീവിതത്തിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധരുടെയും തിരുനാമത്തിൽ. നിന്റെ തണലില
തണലിലായി എന്നും വളരുമേ പൈതങ്ങളെ. ബലിദാനമായവൻ ബലിയേകുവാനായി കരുണയോടെന്നെ വിളിച്ചു. ബലിദാനമായവൻ ബലിയേകുവാനായി കരുണയോടെന്നെ വിളിച്ചു. അർഹത നോക്കാതെ അവികല സ്നേഹത്തിൽ പങ്കുചേരാൻ എന്നെ ക്ഷണിച്ചു. അർഹത നോക്കാതെ അവികല സ്നേഹത്തിൽ പങ്കുചേരാൻ എന്നെ ക്ഷണിച്ചു. ബലിദായകായി ബലിവേദി ഇന്നണയുമീ ദാസനി കൃപ ചൊരിയൂ. ബലിദായകായി ബലിവേദി ഇന്നണയുമീ ദാസനി കൃപ ചൊരിയൂ. അഹറോന്റെ വംശത്തിൽ പിറന്നവനല്ല ഞാൻ, യോഗ്യത തെല്ലുമില്ലനുഗമിക്കാൻ. അഹറോന്റെ വംശത്തിൽ പിറന്നവനല്ല ഞാൻ, യോഗ്യത തെല്ലുമില്ലനുഗമിക്കാൻ. കളിമണ്ണു പോലെ ഞാൻ നിൽക്കുന്നു തിരുമുൻപിൽ, മെനഞ്ഞിടൂ നിൻ തിരുഹിതമതുപോൽ. കളിമണ്ണു പോലെ ഞാൻ നിൽക്കുന്നു തിരുമുൻപിൽ, മെനഞ്ഞിടൂ നിൻ തിരുഹിതമതുപോൽ. ബലിദായകായി ബലിവേദി ഇന്നണയുമീ ദാസനി കൃപ ചൊരിയൂ. ബലിദായകായി ബലിവേദി ഇന്നണയുമീ ദാസനി കൃപ ചൊരിയൂ. കാൽവരി മലയിൽ നീയാഗമായി തീർന്ന പോലെൻ ജീവിതം നൽകാം കാഴ്ചയായി. കാൽവരി മലയിൽ നീയാഗമായി തീർന്ന പോലെൻ ജീവിതം നൽകാം കാഴ്ചയായി. ഒരു മൺചെരാതത്തിൽ നീ തന്നൊരീ ദാനം അണഞ്ഞു പോകാതെ ഞാൻ കരുതി വയ്ക്കാം. ഒരു മൺചെരാതത്തിൽ നീ തന്നൊരീ ദാനം അണഞ്ഞു പോകാതെ ഞാൻ കരുതി വയ്ക്കാം. ബലിദാനമായവൻ ബലിയേകുവാനായി കരുണയോടെന്നെ വിളിച്ചു. അർഹത നോക്കാതെ അവികല സ്നേഹത്തിൽ പങ്കുചേരാൻ എന്നെ ക്ഷണിച്ചു.
അർഹത നോക്കാതെ അവികല സ്നേഹത്തിൽ പങ്കുചേരാൻ എന്നെ ക്ഷണിച്ചു. ബലിദായകാ ഈ ബലിവേദി ഇന്നണയുമീ ദാസനിൽ കൃപ ചൊരിയൂ. ബലിദായകാ ഈ ബലിവേദി ഇന്നണയുമീ ദാസനിൽ കൃപ ചൊരിയൂ. സ്വർഗമോ